ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ കാര്യമായ മുൻകരുതലുകളൊന്നും ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നില്ല എന്നതാണ് സത്യം. പലതും വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രംപ് ഇടപെട്ടതിന് ശേഷം യുദ്ധത്തിന് അവസാനം ഉടൻ ഉണ്ടാകുമെന്ന മറ്റിൽ പലതവണ നെതന്യാഹു സംസാരിച്ചിരുന്നു. എന്നാൽ അതൊന്നും ഫലം കണ്ടിട്ടില്ല. ഈ അവസരത്തിലാണ് ഗാസയിലെ അധിനിവേശം അവസാനിപ്പിക്കുന്നതിലെ ചർച്ചകൾ പരാജയപ്പെട്ടാൽ തടവുകാരെ ഭാഗികമായി കൈമാറുന്ന തരത്തിലുള്ള ഫോർമുലകളിലേക്കോ നിർദ്ദേശങ്ങളിലേക്കോ മടങ്ങില്ലെന്ന് അൽ ഖസം ബ്രിഗേഡ് വക്താവ് അബു ഉബൈബ പറയുന്നത്. ഈ ചർച്ചയിലും ശത്രു ശാഠ്യം പിടിച്ചാൽ ഭാഗികമായ കരാറുകളിലേക്കോ 10 തടവുകാരുടെ മോചനം സംബന്ധിച്ച നിർദ്ദേശങ്ങളിലേക്കോ മടങ്ങി വരുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകില്ല. അവർക്ക് അവരുടെ തടവുകാരിൽ താല്പര്യമില്ല. അവരുടെ മരണം അംഗീകരിക്കാൻ അവർ ഇതിനകം തന്നെ പൊതുജനങ്ങളെ സജ്ജമാക്കിയിട്ടുമുണ്ട്. എന്നാൽ തടവുകാരുടെ ജീവൻ സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ വഞ്ചനാപരമായ നിലപാടുകളെ അബു ഉബൈബ അപലപിക്കുകയുമുണ്ടായി. ദൈവത്തിന് മുൻപിൽ ഫലസ്തീനിലെ അനാഥരുടെയും വിധവകളുടെയും കുട്ടികളുടെയും ശത്രുക്കളാണ് നിങ്ങളും നിങ്ങളുടെ ഉന്നതരും പണ്ഡിതരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബൈബിളിലെ കഥകളുടെ മറവിൽ ക്രൂരമായ വംശീയാക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നതെന്നും അബു ഉബൈബ ചൂണ്ടിക്കാട്ടിയുണ്ടായി. പലതവണ ഇസ്രയേലി സൈനികരെ പിടിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴെല്ലാം ഇസ്രയേലി സൈന്യം തന്നെ സ്വന്തം സൈനികരെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഗാസയിലെ ജനങ്ങളുടെ സഹനശക്തിയെയും ആഗോള ഐക്യദാർഢ്യ ശ്രമങ്ങളെയും അബു ഉബൈബ അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വേദന ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അത് ദിവസവും അനുഭവിക്കുന്നു. എന്നാൽ ഈ പോരാട്ടം നമ്മുടേത് മാത്രമല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം ഗാസയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രയേലി സൈനികർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹമാസിന്റെ അൽ ഖസം ബ്രിഗേഡ്സ്. പലസ്തീനികൾ ഇസ്രയേലി സൈനികരെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ചെറുക്കാൻ ശ്രമിച്ചാൽ മരണം വരെ സംഭവിച്ചേക്കാമെന്നാണ് വീഡിയോ മുന്നറിയിപ്പ് നൽകുന്നത്. കൊല്ലപ്പെട്ടതും പിടിക്കപ്പെട്ടതുമായ ഇസ്രയേലി സൈനികരുടെ ദൃശ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുമുണ്ട്. അതിനിടെ ഗാസയിലെ ഏക ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണം ഇസ്രയേലിന് പറ്റിയ അബദ്ധമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയുണ്ടായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് നെതന്യാഹുവിന്റെ ഈ ഏറ്റുപറച്ചിലുണ്ടായത്. പള്ളി ആക്രമണത്തിലെ അതൃപ്തി ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചെന്ന് വൈറ്റ് ഹൗസ് മാധ്യമ സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ആക്രമണത്തിൽ ഖേദം രേഖപ്പെടുത്തി നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല ലിയോ 14 മാർപ്പാപ്പയുടെ ആശ്വാസ വാക്കുകൾക്ക് നന്ദിയുണ്ടെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും സിവിലിയന്മാരെയും പുണ്യസ്ഥലങ്ങളെയും സംരക്ഷിക്കാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധരാണെന്നും അതിൽ പറയുന്നുണ്ട്. ക്രിസ്ത്യാനികളായ സാദ് സലാമ, ഫൗമിയ അയ്യാദ് എന്നിവരാണ് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ നിന്നെല്ലാം യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറല്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഉറ്റ സുഹൃത്തായ ട്രംപ് ഇടപെട്ടിട്ടും യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാവാത്തതിൽ വല്ലാത്ത ആശങ്കയിൽ തന്നെയാണ് ലോകം. ഇനി റഷ്യയ്ക്കുമേൽ പ്രഖ്യാപിച്ചതുപോലെ ഒരു ശീതസമരം ഇസ്രയേലിനോടും വേണ്ടി വരുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.